എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഹസ്ബൻഡും വൈഫും കൂടെ വഴക്ക് കൂടുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുട്ടിക്കാലത്ത് നമ്മളിപ്പം ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ തമ്മിൽ എന്തൊക്കെ വഴക്കുകൾ കൂടാറുണ്ട്. നിങ്ങൾ അങ്ങനെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ചണ്ട പിടിക്കുന്ന സഹോദരങ്ങൾ എപ്പോഴും കാണാറുണ്ട്. അപ്പൊ ആ ചണ്ട പിടിക്കുന്ന സമയത്ത് നിങ്ങളത് ആജീവനാന്തം മിണ്ടാതിരിക്കുവാണോ, പിണങ്ങിയിരിക്കുവാണോ? ഒരു ചെറിയ അതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ വീണ്ടും കൂട്ടുകൂടും. എത്ര സഹോദരങ്ങളാണല്ലോ, അങ്ങനെ വലിയ ശത്രുതയിലേക്കൊക്കെ പോയില്ല. പിന്നെ ആ ശത്രുത വരുന്ന എപ്പോഴാണ്? നിങ്ങൾ ഫാമിലിയൊക്കെ ആയി വലിയ കാശിനും പണത്തിനും സ്വത്തിനും വേണ്ടി, സ്ഥലത്തിന് വേണ്ടി, അങ്ങനെയാണ് പിന്നെ ആ സഹോദരങ്ങൾ വലിയ വലിയ ശത്രുതയിലേക്ക് പോകുന്നത്. അപ്പൊ അതിനു മുന്നേ അവര് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾ, സ്നേഹത്തോടെയുള്ള വഴക്കുകളൊക്കെ അത് അവിടെ തന്നെ അവരെ തന്നെ തീർക്കാറുണ്ട്. എന്തുകൊണ്ട് നിങ്ങളത് ഫാമിലിയിൽ കാണുന്നില്ല? നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ ഉണ്ടാകുന്ന വഴക്കുകൾ, ശരിക്കും പറഞ്ഞാൽ ആ വഴക്കും ഈ പറഞ്ഞ പോലെ സഹോദരങ്ങളോട് ഉണ്ടാവുന്ന പോലെ തന്നെ ചെറിയ ഈഗോ മൂലമോ ഒക്കെ ഉണ്ടാകുന്ന വഴക്കുകൾ, അത് സ്നേഹത്തോടെയുള്ള ആ ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അത് മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ ഒരുപാട് പേര് വരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനെന്നുള്ള രീതിയിൽ കടന്നു വരുന്ന, നിങ്ങളുടെയോ അവരുടെയോ മാതാപിതാക്കളാവാം, ഫ്രണ്ട്സ് ആവാം, നെയ്ബേഴ്സ് ആവാം. ഈ വരുന്ന ആൾക്കാർ ഈ ഒരു ചെറിയ വഴക്കിനെ അത് പെരിപ്പിച്ച് വലിയ വലിയ ഡിവോഴ്സ് വരെ എത്തിക്കും. അപ്പൊ അതില് നിങ്ങളുടെ മനസ്സ് തുറന്നുള്ള സംസാരം, നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ വിട്ടുവീഴ്ച, ഇതൊക്കെ മൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തിരികെ പിടിക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും, ഹസ്ബൻഡോ വൈഫോ, നിങ്ങളൊരു വഴക്ക് കൂടിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്ത് ആ പിണക്കം ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക. മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതിനാവില്ല. കാരണം നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ ലൈഫിലില്ല. മറ്റൊരാൾ, ഇതിപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങൾ ഹസ്ബൻഡും വൈഫിൻ്റെയും ജീവിതത്തിൽ മറ്റൊരാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ ഉണ്ടാവുകയുള്ളൂ. സോ നിങ്ങൾ രണ്ടുപേരും തന്നെ സംസാരിച്ച് വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറി അത് സക്സസ്സിലെത്തിക്കാൻ ശ്രമിക്കുക. ഒരേ നൂല് രണ്ടുപേരും ഒരേ സൈഡിൽ നിന്ന് വലിച്ചാൽ അത് പൊട്ടിപ്പോവുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഒരാളൊന്ന് വിട്ടുവീഴ്ച ചെയ്താൽ, അപ്പൊ എന്തിനു വിട്ടുവീഴ്ച ചെയ്യണം? എനിക്ക് തുല്യ അവകാശമല്ലേ, ഞാനെന്തിനു വിട്ടുകൊടുക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇതിപ്പം ഞാൻ ഈ പറയുന്ന ഡയലോഗ് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മളുടെ അച്ഛനമ്മമാര് ഡിവോഴ്സ് ആവാത്ത കാലത്തോളം അവരൊക്കെ അവരുടെ ജീവിതത്തിലും വഴക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെന്തുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നു? നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ എത്രയോ വഴക്കുകളിൽ കൂടി കടന്നുപോയവരാണ്. അവരെന്തുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചാലും നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മളുടെ സ്നേഹവും സന്തോഷവും, നമ്മുടെ നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ ഒരു സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയാണ് അവർ ഒരുമിച്ച് ജീവിച്ചത്. അപ്പോൾ ചോദിക്കും, പിന്നെ ഇന്നത്തെ കാലത്തെ മക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ ബുദ്ധിമുട്ടി സഹിച്ച് ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കണമെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനേക്കാളിൽ നല്ലൊരു വ്യക്തിനെയാണ് ഇനി തിരഞ്ഞെടുക്കാൻ പോകുന്നുള്ളത് നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്? അതുപോലെ നിങ്ങളുടെ വൈഫിനേക്കാളിൽ നല്ലൊരു വ്യക്തിയെ, നല്ലൊരു ഭാര്യയാണ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത്? എന്താ പറയാ, നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയുടെയും മുന്നേ നമുക്ക് പറയാൻ കഴിയില്ല. എത്ര പരിചയമുള്ളവരാണെങ്കിലും, എത്ര നമുക്കറിയാവുന്ന അടുത്ത ആളാണെങ്കിൽ പോലും അവരുടെ ശരിക്കും ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള സ്വഭാവങ്ങളോ അവരുടെ രീതികളോ ഒന്നും നമുക്ക് അവരെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ മനസ്സിലാവില്ല. നമുക്ക് കിട്ടിയ വ്യക്തിയെ നമ്മൾ ആ ഒരു സ്വഭാവത്തോടെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ആ കിട്ടിയ വ്യക്തി എന്ത് സ്വഭാവ വൈകല്യമായിക്കോട്ടെ അല്ലെങ്കിൽ സ്വഭാവ ഗുണമുള്ള വ്യക്തി ആയിക്കോട്ടെ, അതിനോടൊപ്പം ഒന്നുകിൽ നമ്മൾ അതിനനുസരിച്ച് മാറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ രീതിയിലേക്ക് വരാൻ ശ്രമിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നാലേ ആ ജീവിതം സക്സസ് ആവുകയുള്ളൂ. അല്ലാതെ എനിക്ക് ഈ ബന്ധം പറ്റില്ല, ഞാൻ വേറൊരു ലൈഫാണ് എനിക്ക് ഇതിൽ നല്ലതെന്ന് പറഞ്ഞ് പോയാൽ, ഇനി കിട്ടാൻ പോകുന്ന വ്യക്തിയും ഇതിനേക്കാൾ കഷ്ടമാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, അവിടുന്ന് ഓടി രക്ഷപ്പെടുകയേ വഴിയുള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത ആൾ ശരിയാവുന്ന, അങ്ങനെ നമുക്ക് എത്ര ആൾക്കാരെ മാറ്റി സ്നേഹിക്കാൻ അല്ലെങ്കിൽ മാറ്റി വിവാഹം ചെയ്ത് ജീവിക്കാൻ കഴിയും? അപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മക്കളുടെ അരക്ഷിതാവസ്ഥ, അപ്പൊ അതൊക്കെ ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ എനിക്കിതിൽ ഒരു എക്സെപ്ഷണൽ കേസുകൾ കുറേ ഉണ്ട്. ഇപ്പം ഒരു വലിയ സൈക്കോ ആണ് ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഒരു വലിയ സൈക്കോ ആണ് ഭാര്യ, മെന്റലി അവർ റിട്ടാർഡർ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് മൈനർ എക്സെപ്ഷണൽ കേസ് അല്ലാതെ അത്രയും ബോധമില്ല ചിന്തിക്കാൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്തൊരു കണ്ടീഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക്
ഇതല്ലാതെ വേറെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ബാക്കിയുള്ള കാര്യത്തിൽ നിങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കുക.